വലുതും പരിശുദ്ധവുമായ നാമത്തിന് വളരെ വളരെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന ഗ്രൂപ്പിനെ ഓർത്തും കർത്താവിന് ഞാൻ നന്ദി പറയുന്നു. യഹോവ നിസി. മാത്രമല്ല, തിരക്ക് പിടിച്ച ഒരു ലൈഫാണ് ഇന്നത്തെ കാലത്ത്, ജോലിയും കുടുംബവും ഒക്കെ. പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ടവര്. എന്നാൽ വളരെ സന്തോഷം തോന്നി, നിങ്ങളിൽ പലരും സമയമൊക്കെ വേർതിരിച്ച് ഒരു വലിയ സമർപ്പണത്തോടുകൂടെ ഇങ്ങനെയൊരു കൂട്ടായ്മ, പ്രത്യേകിച്ച് പ്രാർത്ഥനയിൽ സമയം ചെലവഴിപ്പാൻ തക്കവണ്ണം ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന നല്ല ആ ബോധ്യത്തെ ഓർത്ത് കർത്താവിന് പറയുന്നു. പ്രത്യേകിച്ച് പോലെ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള അക്സ പ്രിയ മോൾ മുഖാന്തരം ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കാൻ ഇടയായി തീർന്നത്. അക്സയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അക്സയും അലനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കുടുംബമായിട്ട് അവർ ആയിരിക്കുന്ന ഇടത്ത് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി തങ്ങളാലാവുന്നത് പോലെ പ്രയോജനപ്പെടാനും പ്രവർത്തിപ്പാനും ഒക്കെ കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. പ്രത്യേകിച്ച് അക്സയുടെ ബ്രദർ ആഷേറിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പഞ്ചാബിലായിരുന്നു. കഴിഞ്ഞ ആഴ്ചയല്ല, ഈ 3-4 ദിവസം മുമ്പ് പഞ്ചാബിലായിരുന്നു. അവിടെ പ്രിയ അക്സയുടെ ബ്രദർ അവിടെ കുടുംബമായിട്ട് അദ്ദേഹവും ജോലിയോടുള്ള ബന്ധത്തിൽ അതിലും അധികമായിട്ട് കർത്താവിൻ്റെ ജോലി ചെയ്യുന്നു. അതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അവരുടെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ അക്സയൊക്കെ നാട്ടിൽ അവരുടെ മാതൃസഭയിലെ ഒരു അംഗമാണ്. ഞാൻ വിശ്വസിക്കുന്ന ഈ കൊലയിൽ ജോസി എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഞങ്ങളുടെ മാതൃസഭയിലുള്ള ജോസി തന്നെയെന്ന് ഞാനങ്ങ് വിശ്വസിക്കുന്നു. എന്തായാലും ദൈവകൃപയാൽ ഇങ്ങനെ രുചിയിലേക്കപ്പെട്ട കൂട്ടായ്മയെ ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. എൻ്റെ പേര് സോബിൻ ജോസഫ് മാത്യു എന്നാണ്. ഞാൻ കോട്ടയം തിരുവഞ്ചൂർ സ്വദേശിയാണ്. ഒരു പാരമ്പര്യ പെന്തക്കോസുകാരനല്ല. എൻ്റെ 18-19 വയസ്സ് ആ പ്രായത്തിലാണ്, ആ സമയത്താണ് കർത്താവിനെ അറിയാൻ കർത്താവ് ഇടയാക്കി തീർത്തത്. ആ സമയത്ത് ഞാൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടൈമിലാണ് കർത്താവിനെ അറിയാനുള്ളൊരു ഭാഗ്യം കർത്താവ് തന്നത്. അതിൻ്റെ ഫൈനൽ ഇയറിൽ ആ സമയത്താണ് കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി എന്നെ വിളിക്കുന്നത്. ഞാൻ ആ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഭവനം വളരെ ഒരു ക്രൈസിസിൽ കൂടി, എന്ന് പറഞ്ഞാൽ എനിക്കൊരു ജോലി കിട്ടി കുടുംബം രക്ഷപ്പെടണം എന്നുള്ള ഒരു സാഹചര്യത്തിൽ കൂടി പോകുന്ന ടൈമിലാണ് എന്നെ കർത്താവ് തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. ഫൈനൽ സെമസ്റ്ററിലെ എക്സാം എഴുതിയില്ല. കർത്താവ് വിളിച്ചപ്പം അതൊക്കെ വിട്ടിട്ട് നേരെ ഇവിടെ കോട്ടയത്തുള്ള IPSCയുടെ തിയോളജിക്കൽ സെമിനാരിയിൽ അവിടുത്തെ ആദ്യത്തെ ബാച്ചിൽ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് അവിടെ പഠിക്കാൻ കർത്താവ് ഇടയാക്കി. 2006 ഗ്രാജുവേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു 3 വർഷക്കാലം 2007 മുതൽ 2010 വരെ ബാംഗ്ലൂർ ഒരു ദൈവസഭയിൽ പാസ്റ്ററായിട്ട് കുടുംബമായിട്ട് അവിടെ ശുശ്രൂഷിപ്പാൻ കർത്താവ് ഇടയാക്കി. അവിടെ വെച്ചാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. എൻ്റെ ഭാര്യ മഹാരാഷ്ട്രീയനാണ്. കർത്താവ് ഒരു വിഷനൊക്കെ തന്നെന്ന് ഇങ്ങനെയാണ് ആ ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കാനിടയായി തീർന്നത്. അതിനുശേഷം 2010 വീണ്ടും ഞങ്ങൾ മൂന്നാറിലേക്ക് വന്നു. ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ അവിടെ കർത്താവ് അവിടെ ശുശ്രൂഷയിലാക്കി വെച്ചിരിക്കുന്നു. അദ്ദേഹത്തോട് ഒരുമിച്ചായിരുന്നു. 2010 എനിക്കൊരു അസുഖം വന്നു. അത് എൻ്റെ ശരീരം മുഴുവൻ തളർന്നു പോകാനിടയായി തീർന്നു. ഏകദേശം 2.5 മാസത്തോളം ഞാൻ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ വളരെ സീരിയസ് ആയിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയി. ഡോക്ടേഴ്സിനൊന്നും അത് ഡയഗ്നൈസ് ചെയ്യാൻ പറ്റാതെ പോയി. എങ്കിലും ദൈവത്തിന് ഉദ്ദേശമുള്ളത് കൊണ്ടും കർത്താവിൻ്റെ
ആ ദൈവകൃപ അധികമായിട്ട് അനുഭവിപ്പാൻ ഒരു വലിയ അവസരം ലഭിച്ച ഒരു സമയമായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നുപോയത്. അതിനുശേഷം മൂന്നാറിലേക്ക് വരികയും പിന്നെ 2013, 2014 ആ സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു വിഷൻ തന്ന് അങ്ങനെയാണ് മഹാരാഷ്ട്രയിലേക്ക് കടന്നു പോകുന്നത്. ഞങ്ങൾ ആദ്യം ആസാമിലേക്ക് പോകാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, ആസാം ഭൂട്ടാൻ ബോർഡറിലേക്ക്. എന്നാൽ ആ സമയത്ത് ഞങ്ങൾക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. അന്നേരമാണ് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ കൺസീവ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. ഞങ്ങൾ പോകാനിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഹോസ്പിറ്റലോ ഒരു ക്ലിനിക്കിൽ പോകണമെങ്കിൽ ഒരു 50 കിലോമീറ്ററെങ്കിലും യാത്ര ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ ഒരല്പം വെയിറ്റ് ചെയ്തു. പക്ഷെ അതിനുശേഷമാണ് കർത്താവ് ഞങ്ങളെ മഹാരാഷ്ട്രയിലേക്ക് അയക്കുന്നത്. എനിക്ക് ഹിന്ദി അറിയത്തില്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോഴും ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ഹിന്ദി ആയിരുന്നു. എങ്കിലും ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ എന്ത് തന്നെയായിരുന്നാലും ദൈവം ഒരു കാര്യം ചിന്തിക്കുമ്പോൾ, തീരുമാനിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തതിനെ ഏറ്റവും ഇഷ്ടമുള്ളതാക്കി തീർക്കുന്ന പൗലോസിനൊക്കെ ജാതികളെ ഇഷ്ടമില്ലായിരുന്നു. എങ്കിലും ദൈവകൃപ അനുഭവിച്ചു കഴിയുമ്പോൾ ആ പ്രിയ ദേവദാസൻ അന്യജാതികൾക്ക് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നതൊക്കെ വളരെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, എനിക്കത്ര താല്പര്യമൊന്നും ഇല്ലാത്ത സ്ഥലവും. എന്നാൽ കർത്താവ് അയച്ചപ്പോൾ അതനുസരിച്ച് പുറപ്പെട്ടു. ഞാൻ 2014 ആ ടൈമിലാണ് മഹാരാഷ്ട്രയിലേക്ക് ഞങ്ങൾ കർത്താവ് കുടുംബമായിട്ട് അയക്കുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. വില്ലേജുകളിലൊക്കെ പോകും. എൻ്റെ ബ്രദർ ഇൻ ലോയും കൂടെ വരും. ഭാഷ അറിയത്തില്ല, ജസ്റ്റ് അവിടെ പോയി എല്ലാം ഒക്കെ കാണും. വില്ലേജിന് നടുക്ക് പോയി ഒന്ന് സ്തോത്രമൊക്കെ പറയും. അകത്ത് വലിയൊരു ഭാരം, ഒരു വലിയ വേദന. കാരണം തിരുത്തി പറയുന്നത് പോലെ കർത്താവായ യേശു പുരുഷാരത്തെ കാണുമ്പോൾ ഇടയനില്ലാത്ത ആടുകളെ പോലെ, അവരെ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ, ദിശാബോധം ഇല്ലാത്തവരായി അവരെ കാണുമ്പോൾ വളരെ ഒരു ഭാരം, ഒരു വേദന കർത്താവിന് തോന്നിയത് അതുപോലെ ഹൃദയത്തിലും അങ്ങനെ അനുഭവിക്കാൻ ഇടയായി തീർന്നു. എങ്കിലും തിരികെ ഭവനത്തിൽ വന്ന് പല പ്രാവശ്യം കർത്താവിൻ്റെ ഒരു സമയത്തിന് വേണ്ടി പ്രാർത്ഥനയോടും ഉപവാസവും ആ സമയത്ത് അത് മാത്രമേ ഉള്ളൂ. എങ്കിലും ദൈവം വലിയ കരുണ കാണിച്ചു. ഇപ്പോൾ അവിടെ ഒരു 70ഓളം സ്ഥലങ്ങളിൽ നമുക്ക് കൂട്ടായ്മകളുണ്ട്, കൂടിവരവുകളുണ്ട്. ഏകദേശം 42ഓളം ഒരു കൂട്ടുവേലക്കാരെ കർത്താവ് ഞങ്ങൾക്ക് അവിടെ തന്നു. അവിടെയുള്ള എല്ലാ വിശ്വാസികളിലും എല്ലാ ദേവദാസന്മാരിലും ഞാൻ ഒറ്റ മലയാളിയേ ഉള്ളൂ, ബാക്കിയെല്ലാം അവിടെയുള്ളവർ തന്നെയാണ്. കർത്താവിൻ്റെ ആ വലിയ കരുതലും ദൈവകൃപയൊക്കെ അനുഭവിപ്പാൻ മാത്രമല്ല, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷത്തിൻ്റെ, ഞാൻ ഇന്ന് പകല് അക്സമോളോട് സംസാരിച്ചപ്പോഴും അത് പറയുമായിരുന്നു. അക്സൻ പറയുമായിരുന്നു, ഞങ്ങളെ മറ്റൊരു ദേശത്ത് കൊണ്ടുവന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു, എന്നെയും കേരളത്തിലിടാതെ നോർത്ത് ഇന്ത്യയെ കൊണ്ടുവന്നത് ഓർത്തോ അതിലും വലിയ നന്ദി പറയുന്നു എന്ന് പറഞ്ഞു. ഞാനത് പറയാനുള്ള കാരണം, കേരളത്തിലായിരുന്നെങ്കിൽ ഞാൻ വെറും ഒരു പ്രസംഗ തൊഴിലാളിയായി അങ്ങ് മാറിപ്പോയേനെ. കാരണം കേരളത്തിലെല്ലാം തയ്യാറാണ്, സ്റ്റേജും റെഡിയാണ്, കേൾക്കാൻ ആളും റെഡിയാണ്, എല്ലാം റെഡി ആയിരിക്കുന്ന ഒരു ഇതാണ് കേരളത്തിൽ. നമുക്കങ്ങ് പോയി പ്രസംഗിച്ചാൽ മതി, ആ പരിപാടി അങ്ങ് തീർത്താൽ മതി. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ചെന്നപ്പോൾ അങ്ങനെയല്ല. മുമ്പിൽ കേൾക്കാനിരിക്കാൻ ആരുമില്ല, സ്തോത്രം പറയാൻ ആരുമില്ല. എങ്കിലും ഇവിടെ ദൈവവചനം പറയുന്ന ആ ഒരു സാഹചര്യം, എന്നാൽ നോർത്ത് ഇന്ത്യയിൽ ഈ സുവിശേഷ വചനവുമായിട്ട് പോകുമ്പോൾ അവിടെയാണ് ശരിക്കും വചനത്തിന്റെ ശക്തി എന്താന്ന് അനുഭവിപ്പാനിടയായി തീർന്നത്. സുവിശേഷം എങ്ങനെയാണ് ബന്ധനത്തിൽ കിടക്കുന്ന, അന്ധകാരത്തിൽ കിടക്കുന്ന ആളുകളെ വിടുവിക്കുന്നെന്നും അവരെ എങ്ങനെയാണ് അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്നൊക്കെ, അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഒരു ബലവും അർത്ഥമൊക്കെ അറിയണമെങ്കിൽ ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പോകുന്നത് ഏറ്റവും നല്ലതാണ്. എന്തായാലും ആ ഒരു അനുഭവം ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് അനുഭവിപ്പാൻ ഇടയായി തീർന്നു. എന്തായാലും ദൈവത്തിൻ്റെ കരുണയാൽ ഞങ്ങളിപ്പോൾ അവിടെ ഏകദേശം ഒരു 12 വർഷത്തോളമായി.
ഇപ്പോൾ അവിടെ ആയിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് അയക്കുന്ന മറ്റിടങ്ങളിലും ദൈവം ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോടെ കുടുംബമായിട്ട് ചെയ്യാൻ കർത്താവിൽ ആശ്രയിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മയെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ ഇത്രയും പറഞ്ഞത് ഇൻട്രൊഡക്ഷനായിട്ട് ഒരു ജസ്റ്റ് ഒന്ന് ഇതിനു വേണ്ടി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ പറയാൻ ആഗ്രഹം തോന്നുന്നത്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. കാരണം എൻ്റെ ഭവനം വളരെ വിപരീതമായ ഒരു സാഹചര്യത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കർത്താവ് എന്നെ തൻ്റെ വേലയ്ക്ക് വിളിക്കുന്നത്. ആ സമയത്ത് എനിക്കൊരു ജോലി കിട്ടി ഭവനം രക്ഷപ്പെടുമെന്നുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ്, കാരണം എൻ്റെ ഫീസ് കൊടുക്കാൻ പോലും പൈസയില്ല, വളരെ ബുദ്ധിമുട്ടിയാണ് കൊടുത്തോണ്ടിരുന്നത്. അതിൻ്റെ ഫൈനൽ ഇയർ ആണ് കർത്താവ് എന്നെ നീ എൻ്റെ വേലയ്ക്കുള്ളയാളാണ് എന്നുള്ള ഒരു ദൈവവിളി എനിക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ള ഒരു വിളി കിട്ടുന്നത്. ഞാൻ ഇറങ്ങുന്ന ടൈമിൽ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, കർത്താവെ ഞാൻ ആരുടെയും മുമ്പിൽ ഒരു രൂപയ്ക്ക് വേണ്ടി പോലും കൈ നീട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കറിയില്ല, എനിക്കിത് പറയാതെ പറ്റത്തില്ല. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഒരു രൂപ പോലും ചോദിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പം ഈ ജോലി വിട്ട് അല്ലെങ്കിൽ ഈ പഠനം ഇതെല്ലാം വിട്ടിട്ടുള്ള ഒരു ഇതാണല്ലോ. എനിക്കൊരു സാക്ഷ്യം നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം 2002 ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. ഇപ്പം 2026 24 വർഷത്തെ സമയം ഇതുവരെ ആരുടെ മുമ്പിൽ ഒരു രൂപയ്ക്ക് വേണ്ടി കൈ നീട്ടാനുള്ള അവസ്ഥ ദൈവം വരുത്തിയിട്ടില്ല. എനിക്കത് പറയാൻ എൻ്റെ ഉള്ളിൽ വളരെ ഒരു ആഗ്രഹം തോന്നുന്നു, ദൈവനാമ മഹത്വത്തിനായിട്ട്. ഇത്ര അത്ഭുതകരമായിട്ട് ആവശ്യങ്ങളെ അറിഞ്ഞ് കൂടെ ഇരിക്കുന്ന സ്വന്തം മാതാപിതാക്കളെക്കാൾ നമ്മെ നന്നായിട്ട് അറിഞ്ഞ് നടത്തുന്ന കരുതുന്ന ആ കർത്താവിനെ രുചിച്ചറിയാൻ, ഞാനിത് പറയുന്നതിൻ്റെ കാര്യം മറ്റൊന്നുമല്ല. യേശു പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ എന്തുടുക്കുമെന്നോ കരുതി നിങ്ങൾ ഭാരപ്പെടണ്ട. അതൊക്കെ അന്യജാതികളാണ് അന്വേഷിക്കുന്നത്. നിങ്ങൾക്കൊരു അപ്പനുണ്ട്, നിങ്ങൾക്കൊരു പിതാവുണ്ട്. അദ്ദേഹം നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, കരുതുകയും കൂടെ ചെയ്തിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് മുന്നമേ അവിടുത്തെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിക്കും. അതോടുകൂടെ ഇതൊക്കെയും, എല്ലാം കിട്ടുമെന്നല്ല എഴുതിയിരിക്കുന്നത്, ഇതൊക്കെയും തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഉള്ളത് ഇവിടെ ആവശ്യം എന്തോ അത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. സ്തോത്രം. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, നമ്മെ ദൈവം ഈ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്, ദൈവമാണ് ആക്കി വെച്ചിരിക്കുന്നത്. ദൈവം നമ്മെ നിർമ്മിച്ചിരിക്കുന്നു. നാം ദൈവത്തിനായി, കർത്താവിനായി നാം നിർമ്മിക്കപ്പെട്ടവരാണ്. അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്, നമ്മൾ നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് നമുക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയാതിരിക്കുമ്പോൾ, ആർക്കും നമ്മെ രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ, അദ്ദേഹം തന്നെ നമ്മുടെ വീണ്ടെടുപ്പിനും വിടുതലിനും വേണ്ടി താൻ തന്നെ നമുക്ക് തുല്യനായി ലോകത്തിലേക്ക്, നമുക്ക് സമനായി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് സ്വന്തം ജീവനെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് വേണ്ടി മറുവിലയായി ഏൽപ്പിച്ച് തന്ന്, ആർക്കും നമ്മെ ദൈവത്തിൽ നിന്നും പിരിക്കാൻ കഴിയാത്ത വിധത്തിൽ നമ്മെ തന്നോട് ചേർത്തിരിക്കുന്ന ആ ദൈവപ്രവൃത്തി, അതൊരു വലിയ അടയാളമാണ്. നാം കർത്താവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടവരാണ്, നാം ദൈവത്തിനായി നിർമ്മിക്കപ്പെട്ടവരാണ് എന്നതിന്. എൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ പറ്റുന്നുണ്ട് പാസ്റ്റർ, ഇടയ്ക്ക് റേഞ്ച് പോയായിരുന്നു. ഓക്കെ, സോറി, നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്. ഓക്കെ, സോറി. എന്തായാലും ഞാനിത് പറയാനുള്ള കാരണം, ദൈവം എത്ര വിശ്വസ്തനാണെന്നുള്ളതാണ്. കർത്താവ് ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പമോ ഒരു കെട്ടുകഥയോ ഒന്നുമല്ല. അതെത്ര വലിയ യാഥാർത്ഥ്യമാണ്, എത്ര വലിയ റിയാലിറ്റി ആണെന്നുള്ളത് ഓരോ നിമിഷവും ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ, രുചിച്ചറിയാൻ കർത്താവ് ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. എന്തായാലും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക, മഹാരാഷ്ട്രയിലുള്ള ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം, അവിടെ അനേക ദൈവമക്കളും ദൈവദാസന്മാരും ഒത്തിരി
അതിനോടുള്ള ബന്ധത്തിൽ സാക്ഷ്യങ്ങളൊക്കെ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ മൂലം ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അനേക ചെറുപ്പക്കാരും നിരീശ്വരവാദികളായവരും അല്ലാത്തവരും ഒക്കെ അനേക ചെറുപ്പക്കാർ കർത്താവിനെ അറിയുവാനും വിശ്വസിക്കുവാനും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാനും ഒക്കെ കർത്താവ് അവിടെ ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ആ കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. പല പ്രിയപ്പെട്ടവരും പല ബൈബിൾ കോളേജുകളായിട്ട് പഠിപ്പിക്കുകയും പല വർഷങ്ങളായിട്ട് ഏകദേശം 17-18 പേരോളം ഇപ്പോൾ ഗ്രാജുവേറ്റ് ചെയ്ത് ഇപ്പം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. അവരെയൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ഹൃദയത്തിൽ പറയാൻ ഏൽപ്പിച്ച ചില വേദഭാഗങ്ങൾ നിങ്ങളോട് ഒരുമിച്ച് സംസാരിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ കൃപയിൽ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ മാത്രം. പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തെ ആധാരമാക്കി സഖരിയാവ് എലിശബത്ത് പ്രിയപ്പെട്ടവരെ നമുക്ക് നന്നായിട്ട് അറിയാം. സ്നാപക യോഹന്നാൻ എന്ന് പറഞ്ഞ ദൈവത്താൽ അയക്കപ്പെട്ടു എന്നുള്ള സാക്ഷ്യം തിരുവെഴുത്ത് കൊടുത്തിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്വം വിശ്വസ്തയോടെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ തികച്ച ഒരു ഭക്തനായ ഒരു മനുഷ്യൻ, തൻ്റെ മാതാപിതാക്കൾ, അവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വിശുദ്ധ തിരുവെഴുത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളെ ഓർപ്പിച്ച് നാം കഴിക്കുന്ന ഈ പ്രാർത്ഥനയുടെ വലിയ ബലം, അതിൻ്റെ മഹത്വം, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പങ്കുവെച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാനാണ് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ. ഈ കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞ സമയം തൊട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പം ഈ ഭാഗം എൻ്റെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് വരുന്നു. അതുകൊണ്ട് നമുക്കൊന്ന് വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് നമുക്ക് തിരിക്കാം. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ബൈബിൾ ഉണ്ടെന്നും ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കണം. അതുപോലെ തന്നെ 20-ാമത്തെ വാക്യം കൂടെ വായിക്കണം. 1-ാം അധ്യായം 13-ാമത്തെ വാക്യം, അതുപോലെ തന്നെ 20-ാമത്തെ വാക്യം. ദൂതൻ അവനോട് പറഞ്ഞത്, സക്കറിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിശബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടേണം. 20-ാമത്തെ വാക്യം. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. മതി, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾക്ക് സമയം വേർതിരിച്ച് ഉള്ള ഈ അങ്ങനെ ഒരു മനസ്സ് പോലും, പ്രാർത്ഥിക്കാനുള്ള ഒരു ചിന്ത പോലും, അങ്ങയുടെ മുഖം അന്വേഷിപ്പാൻ ഞങ്ങൾക്കൊരു മനസ്സ് വരുന്നുണ്ടെങ്കിൽ, അങ്ങയുടെ തിരുവെഴുത്ത് അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദാവീദ് പാടുന്നത് പോലെ, എൻ്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് നിങ്കൽ നിന്ന് കൽപ്പന വന്നു എന്ന് ഞാൻ അറിയുന്നു. കർത്താവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കൊരു മനസ്സുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾക്കുള്ള മനസ്സിനേക്കാൾ അധികമായിട്ട് ഞങ്ങളോട് സംസാരിക്കാനും ഞങ്ങളോട് ഇടപെടാനും വെച്ചിരിക്കുന്നു. കർത്താവെ, ശരീരം കൊണ്ട് ഞങ്ങളുടെ ആത്മാവിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയോട് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവെ, ഞങ്ങളുടെ ഹൃദയങ്ങളോട് അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളൊരു മനുഷ്യരെന്ന നിലയിൽ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കുമ്പോഴും, ദൈവമേ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഈ വചനം ഇവിടെ ഇരുന്ന് പറയുമ്പോഴും ഇപ്പം ഞങ്ങൾ നന്നായിട്ട് അറിയുന്നു, തിരുവെഴുത്തിനെ ഞങ്ങൾക്ക് വിഭാഗിച്ചു തരുന്നത് മനുഷ്യരല്ല. പൗലോസ് പറയുന്നത് പോലെ, ഞാൻ ഈ സുവിശേഷത്തിന്റെ മർമ്മം പ്രസ്താവിപ്പാൻ വായി തുറക്കുമ്പോൾ ദൈവം എനിക്ക് വചനത്തിന്റെ വാതിലുകളെ തുറന്നു തരേണ്ടതിന് കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മുഖത്തേക്ക് നോക്കുന്നു. സംസാരിക്കുന്ന ഒരു പാസ്റ്റർ ഒന്നും അല്ല കർത്താവേ, അങ്ങാണ് ഞങ്ങളോട് സംസാരിക്കേണ്ടത്. അങ്ങാണ് ഞങ്ങളോട് സംസാരിക്കേണ്ടത്. വചനത്തിന്റെ വാതിലുകളെ ഞങ്ങൾക്ക് തുറന്നു തരണമേ. അതുപോലെ അങ്ങയുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവിടുന്ന് അവർ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നു. പൗലോസ് സംസാരിക്കുന്ന ആ വാക്ക് ഗ്രഹിക്കേണ്ടതിന് ലുദിയ എന്ന പേരുള്ള ആ സ്ത്രീയുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. കർത്താവെ, വചനത്തിന്റെ വാതിലുകളെ ഞങ്ങൾക്ക് തുറന്നു തരണം. അതുപോലെ
അത് ഗ്രഹിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങ് തുറക്കണമേ കർത്താവേ. നന്ദി അപ്പ. ഈ ജീവന്റെ വിത്തുകൾ, അങ്ങയുടെ വചനം ജീവന്റെ വിത്തുകളാണല്ലോ. അത് 30, 60, 100 മേനിയായി ഫലം കൊടുക്കത്തക്കവണ്ണം ഒരുക്കപ്പെട്ട നിലങ്ങളിൽ വിതയ്ക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ. നന്ദി കർത്താവേ. പ്രത്യേകിച്ച് പലയിടങ്ങളിലായിട്ട് ആയിരിക്കുന്ന അവിടുത്തെ മക്കളെ ഒരുമിച്ച് ഞങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചില നിമിഷങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമയം ചെലവഴിപ്പോൾ ദൈവം അങ്ങ് വലിയൊരു കൃപ ഞങ്ങളോട് കാണിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളോട് അങ്ങ് സംസാരിക്കണം കർത്താവെ. അങ്ങയുടെ മക്കളെ, അങ്ങയുടെ ദാസന്മാർ ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി പറയുന്നു. എല്ലാ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ വലുതും നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജിജോ പാസ്റ്ററെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം കൂട്ടായ്മയിൽ വളരെ നാളുകൾക്ക് ശേഷമാണ് പ്രിയ ദേവദാസനെ കാണാൻ ഇടയായത്. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ. ശ്രദ്ധിക്കണേ, ഈ സുവിശേഷത്തില് നമുക്കറിയാം, സുവിശേഷം യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്, തൻ്റെ ജീവിതത്തെ കുറിച്ചുള്ളതാണ്, രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. അതുമാത്രമല്ല, നമ്മെക്കുറിച്ചുള്ള ദൈവഹിതത്തെ വളരെ വ്യക്തമായി, വളരെ സ്പഷ്ടമായിട്ട് തൻ്റെ പുത്രൻ മുഖാന്തരം ദൈവം അത് വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ഒരു വശത്ത് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നു, മറുവശത്ത് ദൈവത്തിന്റെ നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശത്തെ വെളിപ്പെടുത്തുന്നു. ആ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെ ലൂക്കോസ് എഴുതുമ്പോൾ അദ്ദേഹം മറ്റ് സുവിശേഷകന്മാരിൽ നിന്നും വ്യത്യസ്തനായിട്ട് കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവിന് മുന്നോടിയായിട്ട് ദൈവം അയച്ചിരിക്കുന്ന സ്നാപക യോഹന്നാന്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാണ് ലൂക്കോസ് തൻ്റെ ഈ സുവിശേഷത്തിൻ്റെ കുറിച്ചുള്ള ഈ എഴുത്ത് ആരംഭിക്കുന്നത്. ഈ ഒരു ആ ഒരു കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് പ്രാർത്ഥനയുടെ ആ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടാണ് ഈ ഒരു അധ്യായത്തിൽ, പ്രത്യേകിച്ച് സക്കരിയാവ് പ്രിയ കുടുംബത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയുടെ ആ പ്രാധാന്യം, അതുപോലെ തന്നെ പ്രാർത്ഥനയുടെ ആ ഒരു സ്വാധീനം, അത് എപ്രകാരം ദൈവം അതിൽ പ്രവർത്തിക്കുന്നു, ആ ചില കാര്യങ്ങൾ ഈ ഒരു കുടുംബത്തോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ അത് വളരെ വലുതാണ്. മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന നമുക്ക് അതൊരു വലിയ ബലം, അതിന് കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സ്തോത്രം. നമുക്കറിയാം, നമ്മൾ ഒന്നാമത് വായിച്ച വാക്യം സക്കരിയാവിനോട് ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷനായി കൊടുത്തിരിക്കുന്ന ആലോചനയാണ്. അതിന്റെ നമ്മളിപ്പോൾ വായിച്ചതുപോലെ 13-ാമത്തെ വാക്യത്തില് സക്കരിയാവിനോട് ദൈവത്തിന്റെ ദൂതൻ സംസാരിക്കുന്ന കാര്യം, സക്കരിയാവേ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നമുക്കറിയാം, സ്നാപക യോഹന്നാൻ ഒരു സാധാരണ ഒരു വ്യക്തിയായിട്ടല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. സ്നാപക യോഹന്നാനെ കുറിച്ച് പല സാക്ഷ്യങ്ങളുണ്ട്, കർത്താവ് തന്നെ പറഞ്ഞ സാക്ഷ്യങ്ങളുണ്ട്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു എന്നുള്ള സാക്ഷ്യം കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിനെ കുറിച്ച് ഈ സുവിശേഷം എഴുതുമ്പോൾ വരുന്ന കർത്താവിന് വഴിയൊരുക്കാൻ തക്കവണ്ണം തനിക്ക് മുന്നോടിയായിട്ട് അയച്ചിരിക്കുന്ന ഈ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് തിരുവെഴുത്ത്, പ്രത്യേകിച്ച് ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ ആ ഒരു കാര്യം കൂടെ ഉൾപ്പെടുത്തുമ്പോൾ അതിൻ്റെ പുറകിൽ പ്രാർത്ഥന അതിൻ്റെ പുറകിൽ ചെയ്തിരിക്കുന്ന സ്വാധീനം അതെത്ര വലുതെന്നുള്ള കാര്യം നമ്മൾ ഇന്ന് രാത്രി അറിയണം. സ്തോത്രം. വളരെ ശ്രദ്ധിച്ചേ, സക്കരിയാവും എലിശബത്തും. ഈ സക്കരിയാവ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ബൈബിൾ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. അദ്ദേഹം ഒരു പുരോഹിതനാണ്. ആ കാലഘട്ടത്തിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ. മാത്രമല്ല, സക്കരിയാവിനെ കുറിച്ച് ഒരു പുരോഹിതൻ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, ആ കാലഘട്ടത്തിലുള്ള ആളുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സാക്ഷ്യം സക്കരിയാവിനെ കുറിച്ചും തൻ്റെ കുടുംബത്തെക്കുറിച്ചും തിരുവെഴുത്ത് ഓർപ്പിക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ. കാരണം നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ കാലത്ത്
ആ ആ ദേവാലയത്തെ പോലും കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അതിന് അവിടെ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാര് പോലും അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുമ്പോൾ, ഉപദേശിക്കേണ്ടവർ പോലും ആ ജനത്തെ ഒരു ദൈവികമായതിൽ നിന്നും വഴിപെട്ടു പോകുന്ന രീതിയിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ള ആ ഒരു കാലഘട്ടത്തില് സക്കരിയാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം വളരെ മനോഹരമാണ്. അവിടെ അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് സക്കരിയാവിനെ കുറിച്ച്. സക്കരിയാവിനെയും എലിശബത്തിനെ കുറിച്ചും, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. വളരെ ശ്രദ്ധിക്കണം ആ തലമുറയിൽ ആ പ്രിയ കുടുംബത്തിന്റെ പ്രത്യേകത. ഇനി ഇവര് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഇവര് പ്രാർത്ഥിച്ചു. 13-ാമത്തെ വാക്യത്തില് ഈ സ്നാപക യോഹന്നാനെ ഈ ലോകത്തിലേക്ക് ദൈവം അയക്കുമ്പോൾ, ഇത്ര വലിയൊരു വ്യക്തിത്വത്തെ, വലിയ ദൈവിക പദ്ധതിയുള്ള ഒരാളെ ഈ ലോകത്തിലേക്ക് അയക്കുമ്പം, അത് മറ്റെവിടെയിൽ അല്ല ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ പുറകെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ്. സ്തോത്രം. അപ്പം ഈ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം, ദൈവസന്നിധിയിൽ നീതിയുള്ള, എല്ലാ കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമറ്റവരായി നടക്കുന്ന ആ ഒരു കുടുംബത്തിലേക്ക് ആ ദൈവദാസനെ അയച്ചു എന്നുള്ളതാണ്. അത് ദൈവത്തിന്റെ ഒരു വലിയ നീതിയാണ് കേട്ടോ. നമ്മൾ ഒരു വശത്ത് ദൈവസന്നിധി സമയമൊക്കെ ചെലവഴിക്കുമ്പോൾ അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ ഒരു കാലഘട്ടത്തിലേക്ക് മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറകളെ, വരാനിരിക്കുന്ന ദൈവപ്രവൃത്തിയെ സ്വാധീനിക്കുന്നതിന് വരെ ഈ കഴിക്കുന്ന പ്രാർത്ഥനകളൊക്കെ കാരണമായി തീരുമെന്നുള്ളത് വളരെ സത്യമാണ്. സ്തോത്രം. ശ്രദ്ധിക്കണം, ഇവിടെ സക്കരിയാവിനോട് ദൈവത്തിന്റെ ദൂതൻ പറയുന്നു, സക്കരിയാവേ, നിന്റെ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അപ്പം സ്നാപക യോഹന്നാൻ ആ കുടുംബത്തിലേക്ക് വരുന്നത്, സക്കരിയാവിനോട് പറയുന്നത് നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരവാണ്. ഈ ഗബ്രിയേൽ എന്ന് പറയുന്ന ഈ ദൈവത്തിന്റെ ദൂതൻ സക്കരിയാവിന് പ്രത്യക്ഷനായിട്ട്, സക്കരിയാവ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതേ അധ്യായത്തിൽ തന്നെ അതേ ഗബ്രിയേൽ ദൂതൻ 26, 27, 28 വാക്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കാണാം, ഒരു കന്യകയായ ഒരു സ്ത്രീയുടെ അടുക്കൽ, ഒരു സഹോദരിയുടെ അടുക്കൽ പോകുന്നുണ്ട്. അവിടെയും ഗബ്രിയേൽ ദൂതൻ ഒരു സന്ദേശം പറയുന്നു. പക്ഷെ അവിടെ ഒരു മകൻ ജനിക്കുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷെ അവിടെ മറിയത്തോട് പറയുന്നത് പ്രാർത്ഥനയുടെ ഉത്തരവായെന്നല്ല പറയുന്നത്. അവിടെ പറയുന്നത് നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു എന്നാണ് പറയുന്നത്. സ്തോത്രം. അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, സ്നാപക യോഹന്നാൻ പ്രാർത്ഥനയുടെ ഉത്തരം, യേശു പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നതല്ല, അത് ദൈവത്തിന്റെ കൃപ, അത് കൃപയാൽ ലഭിച്ചത്. സ്തോത്രം. സത്യമാണ്. ഈ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ചോദിച്ചിട്ട് കിട്ടാൻ പറ്റുന്ന ഒന്നല്ല യേശു. ഇന്ന് രാത്രിയിൽ നമുക്ക് നന്നായിട്ട് അറിയാം, നമ്മളെ കൂടിയ ഈ യേശുവിനെ തന്നിരിക്കുന്നത്. യോഹന്നാൻ 3:16 വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മറിയയ്ക്ക് ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിലും യോഹന്നാൻ 3 വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ, നമ്മെ എല്ലാവരെയും അത്രയ്ക്ക് സ്നേഹിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം യേശു ക്രിസ്തു ദൈവത്തിന്റെ കൃപയാ. നമുക്ക് കർത്താവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ യോഗ്യതയോടെ ഞങ്ങൾ യാചിച്ചതിന്റെ ഒന്നും അല്ല. അതൊന്നും നമുക്ക് ഒരിക്കലും യാചിക്കാനോ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിലൊക്കെ അപ്പുറമാണ് ദൈവത്തിന്റെ ഏകജാതനെ, ദൈവപുത്രനെ നമുക്ക് ലഭിച്ചു എന്നുള്ളത്. ഓ സ്തോത്രം. ശ്രദ്ധിക്കണേ, ഇവിടെ സക്കരിയാവിനോട് പറയുന്നു നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പക്ഷെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് പറയുമ്പം, ഒരു വശത്ത് പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് പറയുമ്പം 20-ാമത്തെ വാക്യത്തിൽ വളരെ വിരോധാഭാസമായിട്ട് എനിക്ക് തോന്നി. 20-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ. അവിടെ പറയുന്നത്, തക്ക സമയത്ത് നിവൃത്തി വരാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കായക കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കാൻ കഴിയാതെ മൗനമായിരിക്കും എന്ന് പറയുന്നു. പ്രാർത്ഥിക്കണമെങ്കിൽ വാ തുറക്കണമല്ലോ. ഒരു കാലത്ത് പ്രാർത്ഥിച്ചു, അതിന്റെ ഉത്തരമായിട്ട് സ്നാപക യോഹന്നാനെ കൊടുക്കുമ്പോ, എന്നാല് ഇപ്പൊ ഇങ്ങനെ ഒരു ഗതികേട് വരുന്നു. ഈ സ്നാപക യോഹന്നാനെ നിന്റെ കുടുംബത്തിലൊന്ന് ലഭിക്കാൻ തക്കവണ്ണം ഇവന്റെ വായ അടച്ചു വെക്കേണ്ട ഒരവസ്ഥ വരുന്നു.
ഒരു വലിയ വിരോധാഭാസമായി തോന്നി. ഒരു കാലത്ത് പ്രാർത്ഥിച്ചവൻ ഏത് വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ ആ വിഷയത്തിന്റെ ഉത്തരം കൊടുക്കാൻ ഇപ്പം ദൈവത്തിന് പ്രാർത്ഥിച്ചവന്റെ വാ അടയ്ക്കേണ്ടി വരുന്നു. നിങ്ങളെല്ലാരും ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? സ്തോത്രം. ഇവിടെയാണ് പ്രാർത്ഥനയുടെ ഒരു വലിയ സീക്രട്ട് നമ്മൾ അറിയേണ്ടത്. സ്തോത്രം. ഇനി സക്കറിയാവ് എന്താ പ്രാർത്ഥിച്ചത്? സക്കറിയാവ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിശബത്ത് ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. നമ്മുടെയൊക്കെ ചിന്ത എന്ന് പറയുന്ന സക്കറിയാവ് ഒരു മോന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. അല്ല, വെറും ഒരു മോന് വേണ്ടിയല്ല. കാരണം ഉത്തരമായെന്ന് പറഞ്ഞ് ദൂതൻ കൊടുക്കുന്ന മറുപടിയിൽ ഒരു മകൻ ഉണ്ടാകുമെന്ന് മാത്രമല്ല പറഞ്ഞത്. അതിന്റെ താഴെ ചില കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. അതുകൂടി ഒന്ന് പെട്ടെന്ന് നോക്കുമോ? 14-ാമത്തെ വാക്യം മുതൽ. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനായി വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ചു തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. അവൻ ഇസ്രായേൽ മക്കളിൽ പലരെയും അവരുടെ ദൈവമായ കർത്താവിലേക്ക് തിരിച്ചു വരുത്തും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും വഴങ്ങാത്തവരെ നീതിമാന്മാരുടെ ബോധത്തിലേക്കും തിരിച്ചും കൊണ്ട് ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കുവാൻ അവന് മുമ്പായി ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ നടക്കും. ശ്രദ്ധിക്കണേ, സക്കറിയാവിന്റെ പ്രാർത്ഥന വെറും ഒരു മകനല്ലായിരുന്നു. കാരണം ഇതെല്ലാം ഉത്തരത്തിന്റെ ഭാഗമാണ്. എനിക്ക് വെറും ഒരു മകനെ തരാനല്ല പറഞ്ഞത്. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ വലിയവനായിരിക്കുന്ന, തന്റെ ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുന്ന. കാരണം സക്കറിയാവ് ചെയ്യുന്നത് പൗരോഹിത്യ ശുശ്രൂഷയാണ്. പൗരോഹിത്യ ശുശ്രൂഷ എല്ലാവർക്കും ഇല്ല. ഇസ്രായേൽ ഒരു ഗോത്രത്തെ ആ ഗോത്രത്തിൽപ്പെട്ടിരിക്കുന്ന ആ ദൈവദാസന്റെ, ആ പുരോഹിതന്റെ മക്കളായിരിക്കുന്നവരാണ് അടുത്ത തലമുറയെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പൊ സക്കറിയാവ് പ്രാർത്ഥിക്കുന്നത് വെറും ഒരു മോന് വേണ്ടിയല്ല. ഞാൻ അങ്ങയുടെ ശുശ്രൂഷ ചെയ്യും. എനിക്ക് ശേഷം ദൈവമേ, വിശ്വസ്തതയുള്ള, നീതിയുള്ള, ലോകത്തിനനുരൂപമായിരിക്കുന്നതല്ല, വീഞ്ഞും മദ്യവും കുടിക്കാത്ത, ദൈവസന്നിധി വലിയവനാകുന്നു എന്ന് പറഞ്ഞാൽ നേരോടെ ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിന്റെ ഹിതത്തെ അതിൻ്റെതായ നിലവാരം. ഓക്കെ, താങ്ക് യു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് പറയുമ്പോൾ സക്കറിയാവ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. 18-ാമത്തെ വാക്യത്തിൽ സക്കറിയാവ് ദൂതനോട്, ഇത് ഞാൻ എന്തോന്നിനാൽ അറിയും? ഞാൻ വൃദ്ധനും എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളുമല്ലോ എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ഇതെനിക്ക് വളരെ ആശ്ചര്യമായിട്ട് തോന്നി. എന്നുവെച്ചാൽ പ്രാർത്ഥനയുടെ ഇത് വെറുതെ കൊണ്ടുവന്ന് തരുന്നൊന്നും അല്ല സക്കറിയാവേ, നീ പ്രാർത്ഥിച്ചതിന്റെ ഉത്തരവാ. പക്ഷെ ഉത്തരം വന്നെന്ന് പറയുമ്പോൾ ഇദ്ദേഹം തിരിച്ചു പറയുക, ഞാൻ ഇത് എങ്ങനെ അറിയുമെന്ന്. ഞാനും വയസ്സ് ചെന്നു, എൻ്റെ ഭാര്യയും വൃദ്ധയാണ്. എനിക്ക് വളരെ ആശ്ചര്യമായിട്ട് തോന്നി. കാരണം നമ്മൾ പ്രാർത്ഥിച്ച ഒരു കാര്യം ഉത്തരവായെന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എന്താ പറയുന്നത്? ആ, സ്തോത്രം, ഞാൻ ചോദിച്ചായിരുന്നല്ലോ, താങ്ക് യു, ആ കൊണ്ടു തന്നല്ലോ. നമ്മൾ ഈ സൊമാറ്റോയിലൊക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേനും പ്രാർത്ഥിക്കുന്ന പോലെയാ. ഓർഡർ ചെയ്തു, സാധനം എത്തുമ്പം നമുക്കൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തില്ലായിരുന്നോ? അത് വന്നിട്ടുണ്ട്. നമ്മൾ സന്തോഷത്തോടെ അതങ്ങ് മേടിക്കും. പക്ഷെ ഇവിടെ സക്കറിയാവിനെ കൊണ്ട് ഇത് പറ്റുന്നില്ല. അതിന്റെ കാരണം എന്നാ? വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ മറു ചോദ്യം, വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ പ്രാർത്ഥിച്ചേ? കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ. ഒരു കാര്യം ദൈവത്തോട് ചോദിക്കുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ഒരു അല്പമെങ്കിലും ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ എപ്പോഴാ ചോദിക്കാതിരിക്കുന്നത്? വിശ്വാസം ഇല്ലാതെ വരുമ്പോ. ലാസർ ദീനമായി കിടന്നപ്പോ ആളെ വിട്ടല്ലോ.
വന്നില്ല. പക്ഷെ ലാസർ മരിച്ചു കഴിഞ്ഞപ്പോൾ ആളെ വിട്ടില്ല. കാരണം ദീനമായിരിക്കുമ്പം അദ്ദേഹം വന്ന് സുഖമാക്കുന്നൊരു വിശ്വാസമുണ്ട്. ഇനി മരിച്ചു കഴിഞ്ഞപ്പം ഇനി വന്നിട്ടെന്താ കാര്യം? അപ്പൊ ശ്രദ്ധിക്കണം, സക്രിയാവ് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ ഉത്തരം എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ തിരിച്ച് അവിശ്വാസം പറയുക. അപ്പൊ അതിന്റെ കാരണം എത്രയേ ഉള്ളൂ, പ്രാർത്ഥിച്ചായിരുന്നു, ഇപ്പോഴല്ല പ്രാർത്ഥിച്ചത്, നല്ല കാലത്താ പ്രാർത്ഥിച്ചത്, സാധ്യത ഉണ്ടായിരുന്നപ്പോഴാ പ്രാർത്ഥിച്ചത്, പോസിബിലിറ്റി ഉണ്ടായിരുന്നപ്പോഴാ പറഞ്ഞത്. പക്ഷെ ഉത്തരം വന്നത് ഒരു സാധ്യത ഇല്ലാഞ്ഞ സമയത്ത് ഇപ്പൊ ഉത്തരം വരുന്നത്. എനിക്കൊരു കാര്യം ഓർപ്പിക്കാനുണ്ട്. നമ്മൾ ഏത് കർത്താവിന്റെ സന്നിധിയിലാണോ പ്രാർത്ഥിക്കുന്നത്, ഈ കർത്താവിന്റെ ഒരു പ്രത്യേകത ഒന്ന് അറിഞ്ഞോണം. നമ്മളൊക്കെ പോസിബിലിറ്റി ഉള്ളപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ആരുടെ മുമ്പിലാണോ പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളോട് കരുണ കാണിച്ചിരിക്കുന്നത്, ഇത് അങ്ങനെ ഒരു കർത്താവാണ്. കർത്താവ് ഉത്തരം തരുന്നത് പോസിബിലിറ്റി ഒന്നും നോക്കിയല്ല, ഒരു സാധ്യതയില്ലാത്തപ്പോഴും, ഒരു സാധ്യതയില്ലാതിരിക്കുമ്പോഴും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന ആയ ഒരു കർത്താവിന്റെ സന്നിധിയിലാകട്ടോ നമ്മളൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. രക്തത്താൽ ജയം. സ്തോത്രം. നിങ്ങൾക്ക് പ്രയാസമുള്ളത് എൻ്റെ അടുക്കൽ കൊണ്ടുവരാൻ ഒരു കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തന്നെ കാത്തിരിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ, തന്നെ ശരണം പ്രാപിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകുവാൻ, അവങ്കിലേക്ക് നോക്കിയവരൊക്കെ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. എത്ര വാസ്തവമാണെന്നറിയാമോ? സ്തോത്രം. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കർത്താവിന്റെ പ്രത്യേകത, നമ്മൾ ആരുടെ സന്നിധിയിലാണോ പ്രാർത്ഥിക്കുന്നത്, ഒരു പക്ഷെ നമ്മൾ പ്രാർത്ഥനാ വിഷയം മറന്നാലും ദൈവസന്നിധിയിൽ അപേക്ഷിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആശ്രയിപ്പാൻ, ദൈവമുഖം അന്വേഷിപ്പാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു നാളും ആ വിഷയത്തെക്കുറിച്ച് ലജ്ജിക്കാൻ ദൈവം ഇടയാക്കി തീർക്കത്തില്ല കേട്ടോ. ഞാൻ പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അനുഭവിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ശുശ്രൂഷയുടെ മേഖലകളിൽ, ഫീൽഡുകളിൽ പല സാഹചര്യങ്ങൾ നേരിടുമ്പോൾ, പലരുടെയും വിഷയത്തിൽ ഞങ്ങൾക്ക് ദൈവമുഖം അന്വേഷിക്കേണ്ടി വരുമ്പോൾ, വളരെ അസാധ്യമെന്ന്, ഒരു സാധ്യതയില്ലെന്നൊക്കെ ചിന്തിക്കുന്ന സാഹചര്യത്തിലേക്ക് വരുമ്പോഴും ഞങ്ങൾ കണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ വിശ്വസ്തതയാ, പ്രാർത്ഥിക്കാൻ ദൈവം നമ്മളോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ. ഹല്ലേലൂയ. അറിയത്തില്ല, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ആരോടൊക്കെയോ ഓർപ്പിക്കുകയാ. സ്തോത്രം. ഒരിക്കലും ചിന്തിക്കേണ്ട കേട്ടോ. നിങ്ങൾ ഒത്തിരി ആത്മാർത്ഥതയോടെ, ആമേൻ, വളരെ ഭാരത്തോടെ ദൈവത്തിന്റെ മുഖം ചില വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി നിങ്ങൾ അന്വേഷിച്ചിട്ട് സാഹചര്യങ്ങളൊക്കെ വിപരീതമായി പോയാലും സ്തോത്രം, ഭാരപ്പെടണ്ട കേട്ടോ. സ്തോത്രം. സ്തോത്രം. മാത്രമല്ല, ഇതൊരു കാര്യം വളരെ സത്യം മനസ്സിലാക്കിക്കോണം. പ്രാർത്ഥിക്കാൻ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു ഭാരം ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോണം, അത് ദൈവം തന്നിരിക്കുന്ന ഭാരമാണ്. ദൈവം ആ വിഷയത്തിന് വേണ്ടി നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ വിഷയത്തിന്റെ മേൽ ദൈവത്തിന് കരം നീട്ടാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ്. സ്തോത്രം. മാത്രമല്ല, ബൈബിളിൽ ആരെല്ലാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവിടെ എല്ലാം ദൈവത്തിന്റെ കരം നീട്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സ്തോത്രം. ഈവൻ യേശു ക്രിസ്തുവും പ്രാർത്ഥിച്ചിട്ടുണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി. പത്രോസും യൂദാസും കർത്താവിന്റെ അവസാന സമയത്ത് വളരെ വളരെ വിപരീതമായ സാഹചര്യത്തിൽ പോയവരാ. രണ്ടുപേര് തെറ്റിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തു. രണ്ടുപേരും തെറ്റ് ചെയ്തു. രണ്ടുപേരും ഭയാനകമായ തെറ്റാ ചെയ്തത്. പക്ഷെ ഒരുവൻ തിരിച്ചു വന്നു, ഒരുവൻ നശിച്ചു പോയി. അവിടെ പത്രോസിനോട് പറയുന്നുണ്ട്, ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ പതിർ പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. യൂദയ്ക്ക് വേണ്ടി അപേക്ഷിച്ചോ എനിക്കറിയില്ല. പക്ഷേ ആമേൻ, പ്രാർത്ഥന നടന്നിട്ടുണ്ടെങ്കിൽ രക്തത്താൽ ചെയ്യാം. ആമേൻ, എത്ര ഭയാനകമാണെങ്കിലും, എത്ര ഭീകരമായ, എത്ര ആമേൻ ഒരു സാധ്യതയില്ലാത്ത വ്യക്തിത്വത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കും ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കാൻ ഒരു ഭാരം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ പരിശുദ്ധം വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത്, സ്തോത്രം, ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വരത്തില്ല. അതിന് മുകളിൽ ദൈവത്തിന്റെ കരം നീട്ടുന്ന ഒരു ടൈം ഉണ്ട് കേട്ടോ. സ്തോത്രം. ദൈവത്തിൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ആ വിഷയത്തെ ഓർത്ത് ലജ്ജിക്കാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. സ്തോത്രം. കാരണം പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ടാകുന്നത് പോലും ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നത് കൊണ്ട് അത് മനസ്സിലാക്കിക്കോണം. സ്തോത്രം.
തിരുവഴുത്തിൽ ഒത്തിരി തെളിവുകളുണ്ട്, ഞാൻ അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും സെഖര്യാവ് തന്റെ നല്ല കാലത്ത് പ്രാർത്ഥിച്ചു. ഇപ്പൊ പ്രാർത്ഥനയൊക്കെ ആ വിഷയത്തിൽ നിന്ന് കാണും, കാരണം സാധ്യതയൊന്നും ഇല്ലല്ലോ. അന്നേരമാണ് മറുപടിയായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചോദ്യം ചോദിക്കേണ്ടി വന്നത്. പക്ഷേ ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ ഒരൊറ്റ കാര്യം കൂടെ ഈ കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സെഖര്യാവ് പറയുന്നുണ്ട്, ദൂതൻ പറയുന്നുണ്ട്, സെഖര്യാവേ, അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ദൂതൻ അവനോട്, ഞാൻ ആരാ? ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു, നിന്നോട് സംസാരിപ്പാനും ഈ സദ്വർത്തമാനം നിന്നോട് അറിയിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ വെറുതെ എങ്ങൊന്നും വന്നതല്ല, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതനാണ്. കർത്താവിന്റെ സന്നിധിയിലാണ് ധൂപം കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഒരു വശത്ത് ആചാരമായിട്ടാണ് അവിടെ ചെയ്യുന്നതെങ്കിലും അവിടെ വെച്ച് തന്നെയാണ് ദൈവദൂതൻ സെഖര്യാവിന് പ്രത്യക്ഷനാകുന്നത്. ആമേൻ. ദൈവം ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരിടത്തിൽ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കർത്താവിന്റെ ആ പ്രസൻസ് അവിടെ ഉണ്ട്. എന്നാൽ മറിയത്തിന് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനാകുന്നത് ദേവാലയത്തിൽ വെച്ചൊന്നും അല്ല, ഭവനത്തിൽ വെച്ചാണ്. സ്തോത്രം. എവിടെ ആക്കി വെച്ചിരിക്കുന്നോ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിപ്പാൻ കഴിയും കേട്ടോ, രക്തത്താൽ ചെയ്യാം. ഓക്കെ, ഇവിടെ ദൂതൻ പിന്നെ ഒരു രഹസ്യം പറയുക. സെഖര്യാവേ, നീ പ്രാർത്ഥിച്ചു, ശരിയാണ്, നീ പ്രാർത്ഥിച്ചു. പക്ഷെ ഇപ്പം സാഹചര്യമൊക്കെ മോശമാണെന്ന് കരുതി നീ അവിശ്വസിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്റെ ചിന്ത വേറെ രീതിയിലേക്ക് അങ്ങ് പോവാ. ദൂതൻ പറയുക, ഇപ്പൊ പറയുന്നത് ഇത് നീ പ്രാർത്ഥിച്ചതിന്റെ കാരണമൊന്നും അല്ല. 20-ാമത്തെ വാക്യത്തിൽ ദൂതൻ പറയുക, തക്ക സമയത്ത് നിവർത്തി വരാനുള്ള എന്റെ ഈ വാക്ക് വിശ്വസിക്കാത്തത് കൊണ്ട്. എന്ന് പറഞ്ഞാൽ യോഹന്നാൻ ഈ ലോകത്തിലേക്ക് വരണം എന്നുള്ളത് ഈ ദൈവം തന്റെ പ്രവൃത്തികളൊക്കെ തക്ക സമയത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ദൈവപ്രവൃത്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഈ സമയം. വളരെ ശ്രദ്ധിച്ചോണം, സമയം. ദൈവം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഒരു ടൈമുണ്ട്. ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. വളരെ ശ്രദ്ധിക്കണം. തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചെന്ന് പറയും വെറുതെ അല്ല പറഞ്ഞിരിക്കുന്നത്. ആ വാക്യം പോലെയും when the time has come, കാലത്തിന്റെ പൂർണ്ണതയിൽ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിൽ അയച്ചു. ദൈവത്തിന് ഏത് പ്രവൃത്തിക്കും ഒരു ടൈം ഉണ്ട് കേട്ടോ. സ്തോത്രം. ദൈവികമായ ഡിവൈൻ നേച്ചറിന്റെ പ്രത്യേകതയും കൂടിയാണ് ഈ സമയത്തിന്റെ ഡിസിപ്ലിൻ എന്നുള്ളത്. വളരെ 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 പ്രാധാന്യമുള്ള ഒരു വാക്കാണ് ഈ സമയം, സമയത്ത് പ്രവർത്തിക്കുക എന്നുള്ളത്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഒറ്റ കാര്യം ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ദൈവരാജ്യം മണവാളനെ എതിരേൽപ്പാൻ പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം എന്നുള്ള ഒരു ഉപമ പറയുന്നുണ്ട്. അതിൽ 5 പേര് ബുദ്ധിയുള്ളവർ, 5 പേര് ബുദ്ധി ഇല്ലാത്തവര്, 5 പേരകത്ത് 5 പേര് പുറത്ത്. ദൈവരാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നതാ. നോക്കുമ്പോ എല്ലാം ഒരുപോലെയൊക്കെയാ ഇരിക്കുന്നത്. ഒരുങ്ങിയിട്ടുണ്ട്, കയ്യിൽ വിളക്കുണ്ട്, കന്യകമാരാണ്, എല്ലാം ശരിയാ. പക്ഷെ 5 അകത്ത് പോകുന്നുള്ള, 5 പുറത്താണ്. പുറമേയുള്ള. അപ്പൊ അതിന് സാധാരണ നമ്മൾ പറയുന്ന ഒരു കാരണം, എണ്ണ ഉണ്ടായിരുന്നു, എണ്ണയില്ലായിരുന്നു. പിന്നെ നമ്മൾ എണ്ണയെ പരിശുദ്ധാത്മാവാക്കി. പക്ഷെ അവിടെ 5 പേര് അകത്തും 5 പേര് പുറത്തും. അതിന്റെ കാരണം എണ്ണയുണ്ടോ എണ്ണയില്ലായിരുന്നു എന്നല്ല, ബുദ്ധി ഉണ്ടായിരുന്നു ബുദ്ധിയില്ലായിരുന്നു എന്നുള്ള ഒറ്റ വ്യത്യാസം അവിടെ ഉണ്ടായിരുന്നത്. ബുദ്ധിയുള്ളവർ, ബുദ്ധിയില്ലാത്തവർ. ഇനി ബുദ്ധിയുള്ളവരുടെ പ്രത്യേകത, അവരുടെ കയ്യിൽ എണ്ണയുണ്ടായിരുന്നു. ബുദ്ധിയില്ലാത്തവരുടെ കയ്യിൽ എണ്ണയില്ലായിരുന്നു. അതിനെ പരിശുദ്ധാത്മാവാക്കല്. കാരണം മണവാളൻ വരാൻ സമയം താമസിച്ചു. വരുന്നു എന്നുള്ള ആർപ്പുവിളി തുടങ്ങി. പെട്ടെന്ന് വിളക്ക് കത്തിക്കാൻ തുടങ്ങി. അന്നേരമാണ് ചിലരുടെ വിളക്ക് കത്തുന്നു, ചിലരുടെ കെട്ടുപോകുന്നു. അതിന്റെ കാരണം എണ്ണയില്ല. അപ്പൊ അവര് ബുദ്ധിയുള്ളവരോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് കൂടെ കുറച്ച് തരാവോ? അവര് പറയുന്നു, അല്ല, ഞങ്ങൾക്ക് കൂടെ ഉള്ളത് തന്നാൽ 2 പേർക്കും തികയാതെയായി പോവും. അതുകൊണ്ട് നിങ്ങൾ പോയി മേടിച്ചോണ്ട് വരണം. അവരാ അർദ്ധരാത്രി തന്നെ അവര് മാർക്കറ്റിൽ പോയി. അവര് പോയി മേടിച്ചോണ്ട് വന്നു. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് എണ്ണയാണെങ്കിൽ അർദ്ധരാത്രിക്ക് പോയി മാർക്കറ്റിൽ പോയി മേടിച്ചാൽ കിട്ടുമോ? എണ്ണയുടെ കുറവാണെങ്കിൽ അവരതുമായിട്ട് വന്നല്ലോ, എണ്ണ ലഭിച്ചവർക്ക്. പക്ഷെ വന്നപ്പോഴത്തേനും സമയം കഴിഞ്ഞു പോയി. അകത്ത് കയറി വാതിലടച്ചു.
പ്രിയമുള്ളവരെ, ഇവിടെ അവർ പുറത്താകാനുള്ള ഒരൊറ്റ കാരണം എണ്ണയുണ്ടോ എണ്ണയില്ല എന്നുള്ളതല്ല. എണ്ണയൊക്കെ കൊണ്ടുവന്നു. കാരണം അത് സമയത്ത് ചെയ്യേണ്ടത് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിച്ചോണം. ഈ ബുദ്ധിയുടെ ഒരു പ്രത്യേകതയാണ്. ബുദ്ധിയുള്ളവരെന്ന് പറയുന്നതിന് ബൈബിള് പറയുന്നത് ഒത്തിരി വിവരം, ഒത്തിരി ഡിഗ്രി ഉള്ളവരെന്നുള്ള അർത്ഥമൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളാ. എഫേസ്യ ലേഖനത്തിലേക്ക് പെട്ടെന്നൊന്ന് വന്നേ. നമ്മുടെ വിഷയം അല്ലെങ്കിലും ഒന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വന്നേ. 5-ാം അധ്യായം, എഫേസ്യർ 5 അതിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ. എഫേസ്യർ 5 അതിന്റെ 15 മുതലുള്ള വാക്യങ്ങളൊന്നും ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. സമയം തക്കത്തിൽ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. ശ്രദ്ധിച്ചേ, ജ്ഞാനികളായിട്ടല്ല അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് തന്നെ നടന്നോണം. ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം, ബുദ്ധിഹീനരാകാതെ. ഈ ബുദ്ധിയുള്ളവൻ ബുദ്ധിയില്ലാത്തവൻ എന്നുള്ള ഒരൊറ്റ ഇത് സമയത്തോടുള്ള ബന്ധത്തിലാണ് കേട്ടോ. ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തോണം. കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കം അതാ. ഒറ്റ കാര്യമുള്ളൂ, ചെയ്യേണ്ട കാര്യം ആ സമയത്ത് ചെയ്തോണം. ഇതിനെയാ ബുദ്ധിയുള്ളവരെന്നുള്ളത് പറയുന്നത്. ദൈവത്തിന് എല്ലാ കാര്യത്തിനും ഒരു സമയമുണ്ട്. കർത്താവിനോടും കാനാവിലെ വീട്ടിലെ കല്യാണത്തിന്റെ ആ വീഞ്ഞിന്റെ കുറവിനെ കുറിച്ച് പറയുമ്പോഴും എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. അതിനുശേഷം നിനക്ക് പ്രസിദ്ധമാകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ യെരുശലേമിൽ പോകുമല്ലോ. സ്വന്തം സഹോദരന്മാർ യേശുവിന്റെ പറയുമ്പോൾ യേശു പറയുന്നു, എൻ്റെ നാഴിക ഇതുവരെ വന്നില്ല. യോഹന്നാൻ സുവിശേഷം എഴുതുമ്പം അദ്ദേഹം തന്നെയാ, ആ സുവിശേഷത്തിൽ തന്നെയാ നാഴിക വന്നിട്ടില്ലെന്നും പറഞ്ഞ് 2 ഇടത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 13-ാം അധ്യായത്തിൽ വരുമ്പോൾ 1-ാം വാക്യത്തിൽ തൻ്റെ നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട്. സ്തോത്രം. സമയം ശ്രദ്ധിക്കണേ. ദൈവത്തിന് ഏതൊരു പ്രവൃത്തിക്കും ഒരു സമയമുണ്ട്. അത് ദൈവം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. അതാരെന്ത് ചെയ്താലും ദൈവം അതിന്റെ പ്രവൃത്തി തന്റെ സമയത്ത് തന്നെ ചെയ്തിരിക്കും. സ്തോത്രം. ഇവിടെ സെക്കര്യാവ് പ്രാർത്ഥിച്ചു ഒരു മകന് വേണ്ടി. പക്ഷേ ഇപ്പോൾ സെക്കര്യാവിന് ആ വന്ന മറുപടിയെ തന്റെ സാഹചര്യത്തിന്റെ പ്രതികൂല നിമിത്തം, ബലഹീനത നിമിത്തം അതിനെ ഉൾക്കൊള്ളാൻ പറ്റാതിരിക്കുമ്പോൾ, അതിനെ വിശ്വസിക്കാൻ പറ്റാതിരിക്കുമ്പം ഗബ്രിയേൽ പറയുക, അയ്യോ ഇത് പ്രാർത്ഥിച്ചതൊന്നും അല്ല കാര്യം, തക്ക സമയത്ത് നിവർത്തി വരാനുള്ള കാര്യമായത്. ദൈവം തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? നീ ഒരു കാലത്ത് പ്രാർത്ഥിച്ചു, സത്യം. ഇപ്പൊ നീ പ്രാർത്ഥിക്കുന്നില്ല, നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പ്രാർത്ഥനയോ വിശ്വാസം ഇതൊന്നും അല്ല. തക്ക സമയത്ത് നിവർത്തി വരുന്ന ഒരു കാര്യമായത്. ദൈവം സമയത്ത് ചെയ്തെടുക്കാൻ പോകുന്ന കാര്യമാണ്. പറയുന്നതിന്റെ സാരം, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ ഹൃദയത്തിൽ ദൈവം ഭാരം തന്ന്, ദൈവം ഒരു ബോധ്യം തന്ന് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാക്കിക്കോണം. അത് വെറുതെ നമ്മുടെ ഉള്ളിൽ നിന്ന് പൊട്ടിമുളച്ചു വരുന്ന കാര്യങ്ങളൊന്നുമല്ല. ദൈവം നമ്മുടെ ജീവിതത്തിലും ഈ കാലഘട്ടത്തിലൊക്കെ തക്ക സമയത്ത് നിറവേറ്റാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയാകട്ടോ നമ്മുടെ ഹൃദയങ്ങളിലൊക്കെ ദൈവം പ്രാർത്ഥനയാക്കി ദൈവം തന്നിരിക്കുന്നത്. സ്തോത്രം. നീ വളരെ ശ്രദ്ധിച്ചോണം. ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പ്രോഗ്രാം എല്ലാം ഒരു വ്യക്തിയിൽ അടിസ്ഥാനപ്പെട്ടാ നിൽക്കുന്നത്. ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ദൈവം എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം ഒരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ കാര്യങ്ങളുടെ സമയവും എല്ലാ കാര്യങ്ങളെയും ദൈവം നിർണയിച്ചു വെച്ചിരിക്കുന്നത്. ആ വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെ. സ്തോത്രം. യോഹന്നാനെ അയക്കുന്ന ടൈം സെക്കര്യാവിന്റെ പ്രായവും നോക്കി, സാധ്യത ബലമൊന്നും നോക്കിയിട്ടല്ല. യോഹന്നാനെ അയക്കുന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയാ. എന്തിനു വേണ്ടിയാ? വരാനുള്ളവന്റെ വഴി ഒരുക്കാൻ വേണ്ടിയാ. കർത്താവിന്റെ വഴി ഒരുക്കാൻ. അതിന് കർത്താവിന് ഒരു ടൈം ദൈവം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ബേസിലേ ഉള്ളൂ യോഹന്നാനെ അയക്കുന്നത്. അല്ലാതെ സെക്കര്യാവിന്റെ
ആ സാധ്യതയൊന്നും നോക്കിയല്ല. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ സാധ്യതകളൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നാലും അതല്ല ദൈവപ്രവൃത്തിക്ക് ആധാരമായി നിൽക്കുന്നത്. നമുക്ക് രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ഈ ലോകത്തെ തന്നെ മുഴുവനായിട്ടും അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്ന ദൈവപ്രവൃത്തിയുടെ അടിസ്ഥാനമായിരിക്കുന്ന ഏത് വചനം മുഖാന്തരം നിർമ്മിക്കപ്പെട്ടു, ഏത് കർത്താവിന് വേണ്ടി ഏത് കർത്താവ് സൃഷ്ടിച്ചു, ഏത് കർത്താവിന് വേണ്ടി നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, ആമേൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തിയുടെ സമയത്തെ ആധാരമാക്കി തന്നെയാണ് ദൈവപ്രവൃത്തിയെ നമ്മളിലും ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവം. സ്തോത്രം, സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുക. നമുക്കൊരു പക്ഷേ വിഷമം തോന്നുമായിരിക്കും, സക്കറിയാവിനോട് എന്തിനാ ഇങ്ങനെ ചെയ്തത്? നല്ല പ്രായത്തിൽ പ്രാർത്ഥിച്ചപ്പോ എന്തിനാ കുഞ്ഞിനെ കൊടുക്കാഞ്ഞത്? ഈ ഒരു സമയത്ത് എന്തുകൊണ്ടാ ഇങ്ങനെ? അതും സക്കറിയാവും എലിശബത്തും മറ്റുള്ളവരെ പോലെയല്ല, നീതിയുള്ളവരാ. എല്ലാ ന്യായങ്ങളിലും കൽപ്പനകളിലും ഒക്കെ കുറ്റമറ്റവരായി നടക്കുന്നവരാ. അവർക്ക് കുഞ്ഞുങ്ങളില്ല. ബാക്കിയുള്ളവര് ചില അന്യായമൊക്കെ കാണിക്കുന്നവർക്ക് മക്കളും മക്കളുടെ മക്കളും ആയിട്ടും ഈ നീതിയോടെ നടക്കുന്നവർക്ക് എന്തുകൊണ്ടാ? അതും ഒരു നല്ല കുഞ്ഞിന് വേണ്ടി, ദൈവസന്നിധി പ്രയോജനപ്പെടുന്ന ഒന്നിനു വേണ്ടി യാചിച്ചിട്ട് എന്തിനാ കർത്താവേ ഇവരോട് ഇങ്ങനെ ചെയ്യുന്നേ? ഒറ്റ കാരണേ ഉള്ളൂ. അതോടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, സക്കറിയാവ് ഒരു കുഞ്ഞിനെ വേണ്ടി ആഗ്രഹിക്കുന്നത് ദൈവിക ശുശ്രൂഷ ചെയ്യാന്. ഏത് ശുശ്രൂഷ? താൻ ചെയ്യുന്ന പൗരോഹിത്യത്തിന്റെ തുടർച്ചയായിട്ട് മുമ്പോട്ട് ദൈവപ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഒരു മകനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ മുകളിൽ നിന്ന് കർത്താവ് നോക്കി ചിരിച്ചോണ്ട് പറയാ, സക്കറിയാവേ ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം, അല്പം ഒന്ന് വെയിറ്റ് ചെയ്യണം. എന്താ? അയ്യോ സക്കറിയാവേ, നീ ചെയ്യുന്ന ഈ ശുശ്രൂഷ അഹരോന്യ പൗരോഹിത്യമല്ലേ, അത് ഞാൻ മാറ്റാൻ പോവാ. മൽക്കീസദക്കിന്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതൻ വരാൻ പോവാ. അപ്പൊ നീക്കം വരുന്ന ഒരു പൗരോഹിത്യത്തിന്റെ, ഇനി ഒരു ഗുണമില്ലാത്ത ഒരു പൗരോഹിത്യത്തിന്റെ, ഇനി ദൈവത്തിന്റെ പദ്ധതിയിൽ ഇല്ലാത്ത ഒരു പൗരോഹിത്യത്തിന്റെ ഒരു പേരിനൊരു ശുശ്രൂഷകനായിട്ട് ഒരു മകനെ തരാനല്ല സക്കറിയാവേ ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നേക്കും നിലനിൽക്കാത്ത മാറാത്ത പൗരോഹിത്യവുമായി ഒരുവൻ വരുക, ഒരു മഹാപുരോഹിതൻ വരുക. നിലനിൽക്കുന്ന പ്രയോജനമുള്ള അങ്ങനെയുള്ള ഒരു ശുശ്രൂഷയ്ക്കുള്ള ഒരു കുഞ്ഞിനെ തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പറഞ്ഞു വരുന്നതിന്റെ സാരം, നമ്മൾ നീതിയോടെ ന്യായത്തോടെയൊക്കെ ജീവിച്ച് ആസാവ് പറയുന്നത് പോലെ എൻ്റെ ഹൃദയത്തെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചതും ഒക്കെ വ്യർത്ഥമെന്നൊരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിന് വന്നുപോയി. നമ്മളൊക്കെ വളരെ ആത്മാർത്ഥതയോടെ ദൈവം മുമ്പാകെ നിന്നിട്ട് ഉത്തരങ്ങളൊക്കെ താമസിക്കുമ്പം ഭാരപ്പെട്ടു പോകണ്ട. രക്തത്താൽ ജയം, സകലത്തെയും അറിയുന്ന കർത്താവ്, ഉപകാരമുള്ള, ദൈവത്തിന് പ്രയോജനമുള്ള, നമ്മുടെ ചിന്താഗതികൾക്കൊക്കെ അതീതമായി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ മഹത്വത്തിനൊത്തവണ്ണമുള്ള ഒരു മറുപടി തരാൻ തന്നെയാണ് ആത്മാർത്ഥതയോടെ നീതിയോടെ ദൈവസന്നിധിയിൽ ജീവിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ലഭിക്കുന്ന ഉത്തരത്തിന്റെ പ്രത്യേകത. അത് നിങ്ങളുടെ കൺമുൻപിൽ അല്പം നീണ്ടുപോയാലും ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സാധ്യതകളൊക്കെ ഒന്നും ഇല്ലാതെ പോയാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. സ്തോത്രം. രക്തത്താൽ ജയം. നമ്മൾ ആരുടെ സന്നിധിയിലാ പ്രാർത്ഥിക്കുന്നത്? ആ കർത്താവ് വിശ്വസ്തനാ. ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അത് മാത്രമല്ല, സക്കറിയാവിന്റെ വായടക്കേണ്ടി വന്നു. കാരണം ഇനിയൊരു അവിശ്വാസത്തിന്റെ വാക്ക് നിന്റെ വായിൽ നിന്ന് വന്ന് ഇതിനൊരു തടസ്സമുണ്ടാകരുത്. അവന്റെ വായടച്ചു. കാരണം ഇത് തക്ക സമയത്ത് നിറവേറപ്പെടാനുള്ള ദൈവപ്രവൃത്തിയുടെ കാര്യവാ. എന്നാൽ യോഹന്നാൻ ജനിച്ച് അവന് പേരിടേണ്ട സമയം വരുമ്പോൾ, ആ ചർച്ചക്കാരിൽ ഒന്നും ആ പേരില്ലാതിരിക്കുമ്പോൾ, ഏതു മകനെ കുറിച്ചുള്ള വാഗ്ദത്തം ദൈവം പ്രാർത്ഥനയുടെ ഉത്തരമായി തന്നോ, അവന് കൊടുക്കേണ്ട പേരും ദൈവത്തിന്റെ ദൂതൻ ആലോചന അറിയിക്കുമ്പോൾ അനുസരിച്ച്
യോഹന്നാൻ എന്ന് എഴുതി കൊടുക്കുമ്പോൾ അവന് യോഹന്നാൻ എന്ന് പേർ വിളിക്കുന്ന അതേ സമയം സക്കരിയാവിന്റെ വാ തുറക്കുകയാ. പിന്നെ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് ദുഃഖത്തിന്റെയോ വിലാപത്തിന്റെയോ ഒന്നും അല്ല, ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ അവൻ മഹിമപ്പെടുത്തുകയാ. ഇത് ഒരു സന്ദേശമാ. ഒരു വശത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ, ദൈവസന്നിധിയിൽ നീതിയോടെ നിന്ന്, ഒരു കാലഘട്ടത്തിൽ നിന്റെ വായിൽ നിന്ന് വേദനയുടെയും ആമേൻ ആമേൻ സങ്കടത്തിന്റെയും ഭാരത്തിന്റെയും ഒക്കെ വാക്കുകൾ അതിൻ്റെ നടുവിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വായിൽ നിന്ന് പിന്നെ വരുന്നത് നിലവിളിയല്ല. ആമേൻ ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴി, ആരും രക്ഷപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അതിന് നാശകരമായ കുഴി. അവൻ കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നാൽ അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി, എൻ്റെ വായിൽ പുതിയൊരു പാട്ടും കൂടെ തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതിക്കുന്ന ഒരു പാട്ട്. ഓ സ്തോത്രം. ഒരുവൻ ദൈവമുഖത്തേക്ക് നോക്കി വിലപിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ആമേൻ, കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെയാ കൊയ്യുന്നത്. വിത്ത് കരഞ്ഞും ചുമന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ കറ്റ ചുമന്നുകൊണ്ട് ആർത്തുകൊണ്ടാ വരുന്നത്. വിലാപത്തെ തന്നെ നൃത്തമാക്കി തീർക്കുന്ന ഒരു കർത്താവിന്റെ സന്നിധിയിലാകട്ടോ നാം സമയം വേർതിരിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ സക്കരിയാവ് മുമ്പോട്ടുള്ള വാക്യങ്ങളിൽ സക്കരിയാവ് വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആത്മാവിൽ നിറഞ്ഞ് അവൻ പ്രവചിച്ചു പറഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. 1-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 69 വാക്യങ്ങളൊക്കെ താഴോട്ട് വായിക്കുമ്പം അവിടെ സക്കരിയാവ് പറയുന്ന, ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് പറയുമ്പം, പ്രവചിച്ച് പറയുമ്പം വെറും വാക്കുകളൊന്നും അല്ല പറയുന്നത്. അവിടെ പറയുന്നത് പിതാക്കന്മാരോട് ദൈവം ചെയ്ത വാഗ്ദത്തത്തെ, അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും ചെയ്ത വാഗ്ദത്തത്തെ, തൻ്റെ ജനം ആമേൻ ഭയം കൂടാതെ ശത്രുവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കപ്പെട്ട് ഭയം കൂടാതെ ദൈവത്തെ ആരാധിക്കാൻ തക്കവണ്ണം ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി രക്ഷയുടെ കൊമ്പ് ഒരുക്കുന്നൊക്കെയുള്ള ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെയാ പ്രവചിച്ച് പറയുന്നത്. രക്തത്താൽ ജയം പറയുന്നതിന്റെ സാരം മറ്റൊന്നുമല്ല. സക്കരിയാവ് പ്രാർത്ഥിച്ചത് തൻ്റെ ഹൃദയത്തിന്റെ ആലോചന എടുത്തു വെച്ചല്ല, പ്രവചന വാക്യങ്ങളെ എടുത്തു വെച്ച് തിരുവഴുത്തുകളെ, ദൈവഹിതത്തെ അറിഞ്ഞ ദൈവസന്നിധിയിൽ അവൻ അപേക്ഷിച്ചത്. ഉത്തരം കാണുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ വേറെ ഒന്നുമല്ല, ദൈവം തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന വാക്കുകളെ ദൈവം എത്ര മനോഹരമായി നിവർത്തിച്ചിരിക്കുന്നുവെന്ന് പ്രവചിച്ച് ആത്മാവിൽ പറഞ്ഞ ആ മനുഷ്യൻ ആ ഉത്തരം കണ്ട് ദൈവനാമത്തെ മഹിമപ്പെടുത്തുന്നത്. രക്തത്താൽ ജയം. ഈ കാലഘട്ടത്തില് ദേശത്ത് പല പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ക്രിസ്തുവിൽ ആശ്രയിച്ചും വിശ്വസിച്ചും ക്രിസ്തുവിൽ ചെയ്തിരിക്കുന്ന ദൈവപ്രവൃത്തിയെ ആമേൻ ഉൾക്കൊണ്ടും അതിൽ ആമേൻ വിശ്വസിച്ചും തിരുവഴുത്തുകളിൽ ആശ്രയിച്ചും വിശ്വസിച്ചും പ്രാർത്ഥനയ്ക്കായി സമയം വേർതിരിച്ചിരിക്കുന്ന ദൈവജനമേ, സ്തോത്രം. ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഏതൊരു പ്രവൃത്തിയുടെയും ഏതൊരു പ്രാർത്ഥനയുടെയും ഉത്തരവും ആമേൻ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാകട്ടോ. സക്കരിയാവിന് ഒരു കുഞ്ഞ്, ഒരു തലമുറ വേണം, ഒരു കുടുംബത്തിനൊരു തലമുറ വേണം. അത് ഒത്തിരി കുടുംബങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. എന്നാൽ സക്കരിയാവെ, നിന്റെ വാർദ്ധക്യത്തിലും ഒരു സാധ്യതയില്ലാത്തപ്പോഴും ഒരു കുഞ്ഞിനെ ദൈവം തരുന്നത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ്, ദൈവപ്രവൃത്തിയോടുള്ള ബന്ധത്തിലാണ്. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തോടുള്ള ദൈവപ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ ക്രിസ്തുവിൽ അത് വെളിപ്പെടുത്തിയിരിക്കുമ്പോൾ ആ ബന്ധത്തിലുള്ള നമ്മുടെ ആവശ്യങ്ങൾ അതിന് മറുപടി ഉറപ്പായിട്ടും ഉണ്ട് കേട്ടോ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയെ കർത്താവിൽ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.